ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. കുടുംബക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ ഇന്നലെ തുടങ്ങിയത്. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യും. ഇവിടെ 13-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അർജുനൻ ക്ഷേത്രം എന്താണ്, അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ജ്ഞാനം എന്താണ്, ജ്ഞേയം എന്താണ്, അറിവെന്താണ്, അറിയേണ്ടത് എന്താണ് ഇത്യാദി കാര്യങ്ങളാണ് ചോദിച്ചത്. അതിന് ഭഗവാൻ മറുപടി കൊടുത്തത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്നാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ശരീരത്തെ തന്നെയാണ് ക്ഷേത്രമെന്ന് പറയുന്നത്. അപ്പോഴായിരുന്നു ഇന്നലെ നമ്മുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബക്ഷേത്രത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ചോദ്യം വന്നത്. തീർച്ചയായിട്ടും അപ്പം ക്ഷേത്രം ശരീരമാണെങ്കിൽ അപ്പം എൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് എൻ്റെ കുടുംബ ശരീരമാണ്. ആ ക്ഷേത്രത്തിൽ എനിക്ക് എല്ലാ ആളുകളെയും എനിക്ക് കാണണം. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ഈ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് ക്ഷേത്രവും ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്ര സങ്കല്പങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വേറൊരു ചോദ്യവും കൂടെ ഉപചോദ്യം ഉണ്ടായിട്ടുള്ളത്. ക്ഷേത്രത്തിൽ ഈ കാവിക്കൊടിയെക്കുറിച്ച്. കാവിക്കൊടിക്ക് ക്ഷേത്രത്തിൽ എന്ത് ബന്ധമുള്ളത്? ഇല്ല എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. കാവിക്കൊടി, കാവി നിറം ആശ്രമവുമായി സന്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഭാരതത്തിൽ അതിൻ്റെ ഒരു അടയാളമാണ്, ത്യാഗത്തിൻ്റെ, പരിത്യാഗത്തിൻ്റെ. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അതിനെ അവരുടെ കൊടിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല മതചിഹ്നങ്ങളും പല രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുടെ സ്വാധീനം കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിത് രണ്ടും തിരിച്ചറിയണം എന്നുള്ളതേ ഉള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ തിരിച്ചറിവില്ലാതെ പോകുമ്പോണ്ടല്ലോ, ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ആധ്യാത്മികതയാണ്. അത് ഇതിൻ്റെ പേരിൽ ഇത് നമ്മൾ പറയും ഇങ്ങനെ ഒളിച്ചു കടത്തുക എന്ന് പറയും. അത് വളരെ സൂക്ഷിക്കേണ്ടതാ. അങ്ങനെ ഈ ഒളിച്ചു കടത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. ഇത് എന്താ പറയുക, ഈ ഒരു സംസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ ഗതകാലത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഈ പണ്ട് കാലത്ത് നമുക്ക് തോന്നുന്നത് ഈ ഹിപ്പി കൾച്ചർ എന്ന് പറയുന്ന ഒരു സംഭവം വിദേശങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് കുടിയേറിയുണ്ടായിരുന്നല്ലോ. ഒരുപാട് ചെറുപ്പക്കാരൊക്കെ അതിൽ ആകൃഷ്ടരായി അങ്ങനെ കഞ്ചാവ് അടിച്ച് നടന്നിരുന്ന ഒരു കാലമുണ്ട്. അപ്പം അതിൽ ആ ഗഞ്ചയും ആധ്യാത്മികതയും രണ്ടും കൂടെ സമ്മേളിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്കൊന്ന് നിങ്ങളൊന്നും മറന്നുപോയിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാർക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ല. നമുക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അതുമായിട്ട് അനുബന്ധമായ ചില ഏറ്റവും വലിയ രസം എന്താന്ന് പറഞ്ഞാൽ, ചില സമയത്ത് നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ചില അമ്പലത്തിൽ ഈ ഉത്സവ സമയത്തൊക്കെ ചില പാട്ടുകൾ വയ്ക്കുന്ന കൂട്ടത്തിൽ സിനിമാ പാട്ട് വയ്ക്കും. ഈ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ നല്ല നല്ല ഭക്തിഗാനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷെ അതേസമയം അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാതെ കേവലം ഈശ്വരനാമങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ ഇതിനെങ്ങനെ റെക്കോർഡ് പ്ലേ ചെയ്ത് ഉച്ചത്തിൽ ഇങ്ങനെ ക്ഷേത്രത്തിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അതും നമുക്ക് കാണാം. നമ്മുടെ ശ്രദ്ധയിൽ ഈ അടുത്ത് പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഇതിങ്ങനെ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നി ഇതൊക്കെ ഈ പഴയ പാട്ടുകളൊക്കെ വീണ്ടും വരികയാണല്ലോ. നമ്മുടെ പഴയ ബോണിയുമൊക്കെ റാസ്പുട്ടിൻ ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ ഇപ്പോൾ പഴയ പണ്ട് കാലത്തെ ഹിറ്റായിട്ടുള്ള ഗാനങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പുതുതായിട്ടിങ്ങനെ ആളുകൾ കേൾക്കുന്നു.
അത് റീമേക്ക് ചെയ്യുന്നു, അങ്ങനെ പലതുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ ആ ഗണത്തിൽപ്പെട്ട ഒരു എന്താ പറയുക ആധ്യാത്മികതയുമായിട്ടെന്നാ അതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുക. ഈ ഒളിച്ചു കടത്തിയിട്ടുള്ള ഒരു അതിഗംഭീരമായ പാട്ടാണ്. അതിലെ വരികളൊക്കെ മനോഹരമാണ്. പക്ഷേ അതിനെ യുവത്വം ഉൾക്കൊണ്ടത് നേരെ മറിച്ചാണ്. അപ്പോൾ അങ്ങനെ കടന്നു വന്ന ഒരു അതിൽ ഈ ഇസ്കോൺകാർ അതിന് അന്നത്തെ വലിയ ചർച്ചകൾ നടന്നിട്ടുള്ളത് ഇസ്കോൺ അതിനെതിരായിട്ട് സംസാരിക്കുകയും ഇസ്കോണിനെ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിക്കുകയും അല്ലെങ്കിൽ ഇസ്കോൺ ഇങ്ങനെയാണ് എന്നൊക്കെ അധിക്ഷേപിക്കുകയും ഇതും ഇങ്ങനെ ദേവാനന്ദ് അതിന് പഴയ സിനിമ സംവിധായകനായിട്ടുള്ള ദേവാനന്ദിൻ്റെ ഒരു സിനിമയാണ് ഹരേ കൃഷ്ണ ഹരേ രാമ, അതാണ് ആ സിനിമയുടെ പേര്. പാട്ട് നിങ്ങൾക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള പാട്ടാണ്. എന്താണ് ധമ്മറോ ധം, എന്താ ഈ ധമ്മറോ ധം എന്ന് പറഞ്ഞാൽ? ധം എന്ന് പറഞ്ഞാൽ വലിക്കാനാണ്, പുകയ്ക്കാൻ, വലിച്ചോ ആഞ്ഞു വലിച്ചോ എന്നാണ്. ധമ്മറോ ധം മിട്ട് ജായേ ഗം ബോലോ സുബഹ് ശ്യാം ഹരേ കൃഷ്ണ ഹരേ രാം ഹരേ കൃഷ്ണ ഹരേ രാം. പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എന്താ ധം മാറോ ധം, വലി, ആഞ്ഞു വലി, പുകയ്ക്ക്, കഞ്ചാവ് പുകയ്ക്കുന്ന കാര്യമേ പറയണത്. അതാണല്ലോ സിനിമയിൽ കാണിക്കുന്നത്. വളരെ പഴയ സിനിമയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കേരള സർക്കാർ ഈ മയക്കുമരുന്നിനെതിരായിട്ട് വളരെ ശക്തമായ നടപടികൾ എല്ലാവരും കൈക്കൊള്ളണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിരുന്നു. ഓൺലൈൻ യോഗത്തിൽ മതപുരോഹിതന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളതിൽ പങ്കെടുത്തിരുന്നു. എല്ലാവരും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് മുന്നേറ്റത്തിൽ എല്ലാവരും ഭാഗവാക്കാവണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഇതാ വലി. ആ സിനിമയുടെ കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു നല്ല സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന ഒരാൾ വിദേശത്ത് പോയിട്ട് ആ പെൺകുട്ടിയുടെ കഥ മുഴുവനായിട്ട് നമുക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഒരു അതാണ് അവരാ ഹിപ്പി കൾച്ചറിൽ പെട്ടുപോയി, ബന്ധങ്ങളുടെ വിലകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വളരെ പണ്ട് ചെയ്ത സിനിമയ്ക്ക് ഇന്ന് എത്രമാത്രം പ്രസക്തിയുണ്ട്. ഇന്നുണ്ട് അതിന് പ്രസക്തി. അപ്പോൾ അവർ പിന്നെ അവിടെ പോയിട്ട് അതിൽ പോയി നമ്മുടെ കുട്ടികളൊക്കെ പലരും ഉണ്ടല്ലോ, ബാംഗ്ലൂർ പോയി അങ്ങനെയായി എന്ന് കേൾക്കുന്നു, ഇവിടെ പോയി ഇങ്ങനെയായി എന്ന് കേൾക്കുന്നു, സൗഹൃദങ്ങളിൽ അങ്ങനെ ഒരു കഥ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ, അതിലേറ്റവും വലിയ കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ദമ്മാറോ ദം മിട്ട് ജായകം എന്ന് പറഞ്ഞാൽ നിൻ്റെ മിട്ട് ജായകം ഒരു ഇതിലെ പ്രയോഗമാണ്. മഹാരാഷ്ട്ര ഈ നമ്മൾ നോർത്തിൽ മിട്ട് ജായകം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളൊക്കെ പോകുന്നതാണ്. ദുഃഖങ്ങളെല്ലാം പോകട്ടെ. മിട്ട് ജായകം ബോലോ സുബഹ് ശ്യാം, ബോലോ പറയൂ, പാടൂ, സുബഹ് രാവിലെ, ശ്യാം രാത്രിയും, എന്ത് ഹരേ കൃഷ്ണ ഹരേ രാം. അപ്പോൾ ഇത് അടിച്ച് കിറുങ്ങിയിട്ടാണ് ഹരേ കൃഷ്ണ ഹരേ രാം പാടാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഇസ്കോൺ ഇതിലൊക്കെ ഉള്ള ഒരുപാട് വിദേശികളുണ്ടല്ലോ, അവർ ഈ റോട്ടിലൂടെയൊക്കെ ഹരേ കൃഷ്ണ ഹരേ രാം ഒക്കെ പാടുന്നവരാണ്. അപ്പോൾ ഇവരെല്ലാം ഈ ആളുകൾ ഇങ്ങനെ കരുതി ഇവരിങ്ങനെ വലിച്ചിട്ടാണ് ഇതിങ്ങനെ വെളിവില്ലാതെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതൊരു ഒളിച്ചു കടത്തലും കൂടിയാണ്. അപ്പോൾ ഈ രണ്ടും ശരിക്കും പറഞ്ഞാൽ രണ്ട് ലഹരികളാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് ഈ പുകയ്ക്കലല്ല, അത് അല്ലാതെ സ്വയമേവ ജീവൻ മുക്താനന്ദ ലഹരി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് അതിൻ്റെ കേന്ദ്രം. അപ്പം ഞാൻ എന്നിൽ ആനന്ദിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ അതുമായി ബന്ധമില്ലാത്തത് അതിൽ കയറുകയും അത് എന്താവുന്നു, അത് അതിലേക്ക് പിടിമുറുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രക്രിയ കേവലം അമ്പലത്തിലെ ഒരു കാവിക്കൊടി നാട്ടുന്ന കാര്യത്തിൽ മാത്രമല്ല, അത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഓരോ സ്ഥലങ്ങളിലും അത്തരം മതം എപ്പോഴും ഈ ജനങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള, അവരെല്ലാവരും അതിൽ ആശ്രയിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഇതൊരു നല്ല സ്ഥലമാണ്, അവിടെ നിന്ന് അതിലൂടെ ഇതിനെ നമ്മുടെ പദ്ധതികളെ കടത്തിവിടാം എന്നവരാലോചിക്കുന്നു. വളരെ ആസൂത്രിതമായിട്ട് അത് ചെയ്യുന്നു. അത് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു വിവേകം ഉണ്ടായാൽ മതി, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വിധേയത്വമോ അനുകമ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പറയാനുള്ളത് നമുക്ക് പറയണമല്ലോ. ഒരു സന്യാസിയുടെ ധർമ്മം എന്താണ്?
കാര്യങ്ങളെ വിസ്തരിച്ച് പറയാന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടക്കേടോ ഇഷ്ടമില്ലായ്മയൊക്കെ ഉണ്ടാവുമായിരിക്കും. അത് നിങ്ങളുടെ പ്രാരബ്ധം എന്നേ നമ്മൾ കരുതുള്ളൂ. ഇതാണ് അതിൻ്റെ സത്യം. ഈ പാട്ട് പറയുന്നത് പോലെ ഇതൊരു ഒളിച്ചു കടത്തല. ഈ ആഞ്ഞു വലിച്ചോളാൻ പറയുക, എല്ലാ ദുഃഖങ്ങളും തീരും, എന്നിട്ട് രാവിലെയും വൈകുന്നേരവും പാടിക്കോ ഹരേ കൃഷ്ണ ഹരേ രാം. അല്ലെങ്കിലും ആ വരികളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷേ അതിൻ്റെ വരികളെല്ലാം തന്നെ വേണമെങ്കിൽ അത് എടുത്ത് നോക്കാവുന്നതാണത്. സാമാന്യ രീതിയിൽ അത് എന്താണ്, ഈ നമ്മുടെ കുറേ ഈ എല്ലാം ഫിലോസഫിയാട്ടോ, ഫിലോസഫിക്കലായിട്ടാണ്. കാരണം അതിൻ്റെ ചർച്ച നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഫിലോസഫിയാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഫിലോസഫി ആര് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് എളുപ്പമല്ല. കാരണം ജീവിതം നിരർത്ഥകമാണ്, ഇന്ന് മാത്രമേ ഉള്ളൂ, ഈ നിമിഷമാണ് ഏറ്റവും വിലപ്പെട്ടത്, നീ നാളെയെക്കുറിച്ച് എന്തിനാണ് വേവലാതിപ്പെടുന്നത്. ശരി, അതെല്ലാം പോസിറ്റീവാണോ എന്ന് ചോദിച്ചാൽ പോസിറ്റീവാണ്. പക്ഷേ ഈ ഗഞ്ചയിലേക്ക് അവനെ പ്രേരിപ്പിക്കാൻ വേണ്ടി അത് പറയുന്നത് ദമ്മറോ ധം, ആഞ്ഞു വലിയടാ, ആടിയടാ രണ്ടെണ്ണം, വേറെ പണിയൊന്നുമില്ല, നീ വെറുതെ തലപോവയ്ക്കാൻ നിൽക്കുന്നത്. ഇത് തന്നെ ആ പാട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. നാടൻ ഭാഷയിൽ ഈ പറയുന്ന ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ പറയുന്ന ഈ ചാർവാക ഫിലോസഫിയിൽ പറയുന്ന യാവത് ജീവേത് സുഖം ജീവേത്. എത്ര കാലം ജീവനുണ്ടോ അത്ര കാലം സുഖമായിട്ട് ജീവിക്കുക. ഋണം കൃത്വ ഘൃതം പിബേത്, കടം മേടിക്കുക നെയ്യ് കുടിക്കുക എന്ന് പറഞ്ഞാൽ കടം മേടിക്കുക, ഭോഗങ്ങൾ അനുഭവിക്കുക. തിരിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഹ, ഈ ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ചു വന്ന് ഇത് കടം വീട്ടേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് എന്താ, നിക്കക്കള്ളില്ലാതെ ആകുമ്പോൾ ആത്മഹത്യ ചെയ്യുക. അത് തന്നെ, അങ്ങനെയുണ്ടല്ലോ, കുറേ പേര് അങ്ങനെ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇതെല്ലാം അത്തരം ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് ഒരുപാട്. അപ്പോൾ ഇത്തരം കേന്ദ്രങ്ങളിൽ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞേക്കുക. അതാണ് നമ്മൾ ഇന്നലെയും പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ വിറ്റഴിക്കപ്പെടുന്ന നല്ലൊരു സ്ഥലമാണ് ക്ഷേത്രം. ആ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും. അല്ലെങ്കിൽ നമ്മുടെ അവിടേക്ക് ഈ വെടിവെക്കുന്ന വഴിപാടൊക്കെ ചെയ്യുന്ന ഈ ഭൂലോക മണ്ടന്മാരൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മൾ ഇതിൽ പറയാൻ വീണ്ടും 12-ാം അധ്യായത്തിൽ ഇതിലൊക്കെ വരുന്നതാണ്. സഗുണ ആരാധനയിൽ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ദേവൻ്റെ ശരീരവും കൂടിയാണ്. നമ്മുടെ ശരീരമാണ് ദേവൻ്റെ ശരീരമാണ്. അപ്പോൾ അതിനെ ഒരു ശരീരമായിട്ട് കാണുമ്പോൾ അതിൻ്റെ ഈ സമീപത്ത് കൊണ്ടുപോയി ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിനിഷ്ടപ്പെടുന്ന കാര്യമാണോ അത്? അതിലുള്ളതേ അല്ല, അതിലേക്ക് കയറി വന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് അകന്നു നിൽക്കാൻ സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട വല്ല കോൺട്രാക്റ്റ് എടുത്ത് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, അതിൻ്റെ വിഹിതം പറ്റി ഉപജീവനം നടത്തുന്ന ആളാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും. പക്ഷേ നമ്മുടെ ധർമ്മം എന്താണെന്ന് പറഞ്ഞാൽ ഈ ധർമ്മശാസ്ത്രം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ വെള്ളം ചേർക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു ഉടായ്പ് പറയാൻ നമ്മൾ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല, നാളെ ഇനി അത് പറയാൻ തീരുമാനിച്ചിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ അറിവിൽ നിന്ന് അറിവ് നേടി സ്വതന്ത്രരാകണമെങ്കിൽ അതിനു വേണ്ടി പറയുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്തത് അതുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധമ്മരോ ധം മിട്ടുചായകം ബോലോ സുഭശ്യാം ഹരേ കൃഷ്ണ ഹരേ രാം. ഇത് തന്നെ. അപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ, ഈ ശരീരമാകുന്നു ക്ഷേത്രം. എന്തൊരു ഉദാത്തമായ ഒരു എന്താ പറയുക കൺസെപ്റ്റാണ്. അതിഗംഭീരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശരീരം. അപ്പോൾ ആ ശരീരത്തിലേക്ക് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്, ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആരാധനാലയം ആണ് ക്ഷേത്രം. അതേസമയം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ സമാനമായി നമ്മൾ പറയാറുള്ള ക്രിസ്തുമത വിശ്വാസത്തിൽപ്പെടുന്ന ചേർച്ച് എന്ന് പറയുന്നതും മോസ്കും ഗുരുദ്വാരയും സിനഗോഗും മൊനാസ്ട്രി ആശ്രമമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു? നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഒറ്റ കാറ്റഗറിയിലാണ് പെടുത്തുക. അങ്ങനെയല്ല. ഇപ്പോൾ ചർച്ചിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്രിസ്തു മതത്തിൽ അത് പറയും. അതൊരിക്കലും
നമ്മുടെ ഇവിടെ വരുന്ന ഓരോ വിശ്വാസിയുടെയും ശരീരത്തിൻ്റെ മറ്റൊരു രൂപമാണ് എന്ന് ക്രിസ്തുമതം പറയുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലും മോസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് എന്ന് കണ്ടിട്ടില്ല. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്, ആരാധനാലയമാണ്. പ്രപഞ്ചത്തിൻ്റെ എന്താ പറയുക, ആ വിധാതാവുമായി, സ്രഷ്ടാവുമായി സംവേദനത്തിന് താൻ തിരഞ്ഞെടുത്തിട്ടുള്ള പവിത്രമായ ഇടമാണ്. ആ നിലയിലാണ്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ശരിയായ സങ്കല്പം അതാണോ എന്ന് ചോദിച്ചാൽ അതല്ല. അത് ആരാധനാലയമാണോ എന്ന് ചോദിച്ചാൽ അത് കേവലം ആരാധനാലയം മാത്രമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭഗവാൻ നേരത്തെ പറഞ്ഞത്, ഈ ആളുകൾ എന്നെ സമീപിക്കുന്ന ആൾക്കാർ 4 തരത്തിലുള്ളവരുണ്ട്. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷവ. അപ്പോൾ ഓരോരുത്തരും ക്ഷേത്രത്തെ കാണുന്നത്, ക്ഷേത്രത്തിലേക്ക് പോകുന്നത്, ക്ഷേത്രത്തെ സമീപിക്കുന്നത്, ക്ഷേത്രമെന്ന് മാത്രമുള്ളതല്ല, ഏതെന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറയുന്ന സങ്കേതമായിട്ടോ അല്ലെങ്കിൽ ആ ചിന്തയിലേക്കോ, തൽക്കാലം സ്ഥൂല രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സഗുണ രൂപത്തിൽ ഭഗവാനെ ആശ്രയിക്കുക എന്ന് പറയും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീകങ്ങളും ഇടങ്ങളും ഒക്കെ അനിവാര്യമാണ്. ആ നിലയിൽ ആരൊക്കെ പോകുന്നു? ആർത്തൻ ദുഃഖിതൻ ദുഃഖം പറയാൻ പോകുന്നുണ്ട്. ജിജ്ഞാസു അറിയാൻ ആഗ്രഹമുള്ളവൻ, അർത്ഥാർത്ഥി ധനം മോഹിയായിട്ടുള്ളവൻ, ജ്ഞാനി അറിഞ്ഞവൻ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഓരോരുത്തരും പോകുന്നതും ക്ഷേത്രത്തിൽ അവർക്ക് കിട്ടുന്നതും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളോട് ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങളെന്തിനാണ് അമ്പലത്തിൽ പോകണതെന്ന്. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പുറത്തേക്കൊക്കെ വരുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് അവർക്ക്, അതല്ലല്ലോ എല്ലാവർക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോയിട്ടുള്ളൊരു ആചാര്യനാണ്. പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളിലേക്ക്, ആളുകളൊന്നും കാണാത്ത പല ക്ഷേത്രങ്ങളിലേക്ക്. അതിൻ്റെ താല്പര്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 18 പ്രാവശ്യം കൈലാസ മാനസരോവർ യാത്ര നടത്തിയിട്ടുള്ള 18 പ്രാവശ്യം ഗ്രൂപ്പായിട്ടാണ് പോയിട്ടുള്ളത്. നമുക്ക് തോന്നുന്നില്ല കേരളത്തിൽ അങ്ങനെ ഒരു ആധ്യാത്മിക ആചാര്യനോ 18 പ്രാവശ്യം പോയിട്ടുള്ള ഒരാളുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ 18 പ്രാവശ്യം പോയി എന്ന് പറഞ്ഞ റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ പോകുന്നു. ഇനി ഇതാ 19ാമത്തത് പോകുന്നു. 2 യാത്രയുണ്ട്, അതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോവിഡിന് ശേഷം പിന്നെ ചൈന ഇന്ത്യ ബന്ധം അത്ര നല്ലതല്ല, അങ്ങനെ നിന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജൂലൈ മാസം നമ്മൾ പോകുന്നു, സെപ്റ്റംബർ മാസവും പോകുന്നു. അപ്പോൾ കൈലാസത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത്, ഈ പിൽഗ്രിമേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ഓരോരോ ദിവസങ്ങളിലാണ് അവരെ അതിന് തയ്യാറാക്കുക. വളരെ രസമാണത്. പോയി കഴിഞ്ഞ് അവർ പറയാറുണ്ട്, അതിനു മുമ്പ് അവർ തയ്യാറായി വരുന്നതും പിന്നീട് കൈലാസം കണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു ചിന്തയും അതെങ്ങനെ സ്വാധീനിക്കുന്നു. നമ്മൾ പറയാറുണ്ട്, ഇത് നിങ്ങളുടെ ഈ യാത്ര ഒരു ഗുരുസ്ഥാനത്ത് കാണണം, യാത്രയെ. അതിൽ നിന്ന് വേണം നമ്മൾ ജീവിതത്തെ ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണാൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ ഈ യാത്രയിൽ എങ്ങനെയായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതോ എങ്ങനെയാണ്, ഒന്നുമില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ ഉണ്ടാകുന്ന കുറേ സന്ദർഭങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും, വളരെ പോസിറ്റീവായിട്ടുള്ള. കാരണം അവിടെ നമ്മൾ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്, വലിയ ഹൈറ്റിലേക്കാണ് നമ്മൾ പോവുക. ഡോൾമ എന്നൊക്കെ പറയുന്നത് 2ാമത്തെ ദിവസത്തെ പരിക്രമ എന്ന് പറയുന്നത് വലിയ ഉയരമാണ്. അതിമനോഹരമാണ് ആ യാത്ര. എന്തൊരു നമ്മളും പ്രകൃതിയും മാത്രം, വേറെ ഇടപാടൊന്നുമില്ലേ. വഴിയോര കച്ചവടക്കാരോ കടലമിഠായി എന്ന് പറയാനോ ഇല്ല. നമ്മളതിങ്ങനെ നമ്മുടെ ഊർജം, നമ്മുടെ അന്നം എന്നൊക്കെ പറയുന്നത് ആ കൈലാസനാഥനാണ്. ആ
എന്താ പറയുക, പർവ്വതമാണ്. അതാണ് നമുക്കിങ്ങനെ ഊർജം തരുന്നത്. നമ്മൾ തന്നെ അത്ഭുതപ്പെടും. അപ്പോൾ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഉന്നതിയെ പ്രാപിക്കുകയെ. അതാണ്. പിന്നെ നമ്മൾ ആളുകളോട് പറയാറുണ്ട്, ഇനി നിങ്ങൾ താഴേക്ക് വരരുതെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ തനി ലോ ക്ലാസ് പരിപാടി. പിന്നെ നമ്മൾ അതിലൊന്നും അധികം ഇത് കാണാം. കാരണം നമ്മളൊരു ഔന്നിത്യത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാറ്റിനെയും എത്തിക്കണം. കേവലം ശരീരം മാത്രം എത്തി ഇറങ്ങിയതുകൊണ്ട് കാര്യമില്ല എന്ന് പറയും. അപ്പോൾ ഓരോന്നിനും ഈ പറഞ്ഞ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് ആ ശ്രദ്ധ വേണം. ഇനി അതൊന്നുമല്ലാതെ വെറും കഷ്ടപ്പാടും ദാരിദ്ര്യവും പ്രാരബ്ധവും സങ്കടവും സന്തോഷവും ഒക്കെ പറഞ്ഞ് അവിടുന്ന് എന്താ പറയുക ഭഗവാനെ എന്നൊക്കെ പറഞ്ഞു ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് പോരുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഏർപ്പാടാണത്. കാലാകാലങ്ങളായിട്ട് അവരങ്ങനെ ചെയ്തു പോരുന്നതാണ്. അതിനപ്പുറത്തേക്ക് ക്ഷേത്രത്തെയൊന്നും അവർ കാണുന്നില്ല. അവരുടെ തന്നെ ശരീരമാണ്. അതൊന്നും അവരെ സംബന്ധിച്ച് അങ്ങനെ ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യ അഭിധീയതേ എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തതാണ്. നമ്മുടെ തന്നെ ശരീരമാണ്. ആ കൊടിമരം എന്ന് പറയുന്നത് നട്ടെല്ലാണ്. അവിടുത്തെ ഓരോന്നും അവിടെ ആ ഗർഭഗൃഹത്തിനകത്ത് ശ്രീകോവിലിനകത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഞാൻ എന്ന ബോധമാണ്. അവിടെ പറയുകയാണ് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതത് യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. അപ്പം ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ആരാ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അതിലെ ആ മുഖ്യമായ പ്രതിഷ്ഠയാണ്. അതാരാണ്? അത് നമ്മൾ ഓരോരുത്തരും ഞാൻ ആരാണോ ഈ ക്ഷേത്രത്തെ ശരീരത്തെ അറിയുന്നത് ആ അറിയുന്നവനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പം ക്ഷേത്രമാകുന്ന ശരീരം, ഞാൻ എന്ന ബോധമാകുന്ന ക്ഷേത്രജ്ഞൻ. ഇതിന് നമ്മൾ ഇന്നലെ അഷ്ടബന്ധത്തെ കുറിച്ച് പറയുമ്പം പറഞ്ഞു, നമ്മളെയും ഇതുപോലെ പഞ്ചമഹാഭൂതങ്ങളെയും മനസ്സും ബുദ്ധിയും ബോധവും ഒക്കെ ആക്കിയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, അഷ്ടബന്ധം കൊണ്ട് നടത്തിയിട്ടുള്ള പ്രതിഷ്ഠ തന്നെയാണ് നമ്മുടേതും. ഉറപ്പിച്ചിരിക്കുന്നതാണ്, അതിലൊന്നും മാറ്റമില്ല. അതൊക്കെ ആ രീതിയിൽ ഇങ്ങനെ അറിയുമ്പോണ്ടല്ലോ ഒരു 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 അന്തശീതളിമ നമുക്ക് കിട്ടും അറിവിൻ്റെ. അതിങ്ങനെ തലയിൽ ഇങ്ങനെ ഒരു പെരുത്തിങ്ങനെ വരും. അത് ആ അനുഭവം നമുക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ നിറവ് നിർവൃതി എന്നൊക്കെ പറയുക. അത് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുക. അതല്ല അവിടെ പോയി എന്താ പറയുക വേണ്ടാതീനവും പറഞ്ഞു അവിടെ നമ്മളൊന്നും പറയുന്നില്ല. വെറുതെ കുറേ അതുമായിട്ട് ഒരു പുലബന്ധവുമില്ലാത്ത കുറേ കാര്യങ്ങൾ അതിൻ്റെ കമ്മിറ്റിയായി അവിടെ ഉത്സവം നടത്തണമെന്ന് പറഞ്ഞു. അവിടെ പൊങ്കാലയിട്ടു, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ബാഡ്ജും കുത്തി അതിലേ പോയി 4 ആളെ നിയന്ത്രിച്ചു. ഇതാരാ എവിടെ വന്നത് മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റിക്കാരനായിട്ട് അതിലീതി നടന്നു. എന്തായാലും ഭഗവാൻ തുടരുന്നു. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ക്ഷേത്ര ശബ്ദത്തിൽ നിന്നാണ് ക്ഷത്രിയൻ എന്നുള്ള ശബ്ദത്തെയും കൂടെ തിരിച്ചറിയേണ്ടത്. ഈ ക്ഷേത്രം എന്നുള്ള സംസ്കൃത ശബ്ദത്തിന് ക്ഷതാത് ത്രായതേ ഇതി എന്നാണ്. എന്താണ് ഈ ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നത്, അതേസമയം ക്ഷീയതേ ഇതി നശിക്കുന്നത്, ക്ഷയിക്കുന്നത്. ക്ഷീയതേ കർമ്മഫലൈഹി അത്ര. ഇവിടെ എന്താണ് കർമ്മഫലങ്ങളെല്ലാം തന്നെ വിളവെടുക്കുന്ന ഒരു സ്ഥലമാണ് ശരീരം എന്നുള്ള ക്ഷേത്രം എന്നുള്ള നിലയിൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല അതിമനോഹരമായിട്ടുള്ള കുറേ വ്യാഖ്യാനങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ട് ഈ ക്ഷേത്ര ശബ്ദവുമായി ബന്ധപ്പെട്ട്. വയലാണ് വിളവെടുക്കാനുള്ള കളിക്കളമാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞത് ഞാനും ഒരു കർഷകൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ബുദ്ധനോട് ചോദിക്കുന്നുണ്ടല്ലോ, ബുദ്ധൻ ഭിക്ഷ എടുക്കാൻ വന്നപ്പോഴാണല്ലോ നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിച്ചത് ഒരു കർഷകൻ. അപ്പോൾ ബുദ്ധൻ എന്താ പറഞ്ഞത്? ഞാനും ഒരു കർഷകൻ. എവിടെ നിൻ്റെ കലപ്പ?
നിൻ്റെ മൺവെട്ടി, നിൻ്റെ നുകങ്ങൾ, അത് അതൊക്കെ എവിടെ? ഈ പണിയായുധങ്ങളൊക്കെ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധൻ പറഞ്ഞത് എന്താ? ജനമനസ്സുകളാണ് എൻ്റെ കൃഷിഭൂമി എന്ന് പറയാം. അതെ, അപ്പോൾ ജനങ്ങളാണ് കൃഷിഭൂമി. അവിടെ അവരിൽ ഉണ്ടാവുന്ന അവിവേകം, അജ്ഞാനം ആകുന്ന കളകൾ, അത് ഞാൻ വിവേകമാകുന്ന മൺവെട്ടി കൊണ്ട്, ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അതിന് ആനന്ദമാകുന്ന ഫലത്തെ ഉണ്ടാക്കും. ഹേ കർഷക, ഞാനും ഒരു കർഷകൻ എന്ന് ബുദ്ധൻ പറയുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിന് വിളനിലം, വയൽ എന്നൊരർത്ഥമുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ വിത്ത് വിതച്ച് ഫലമെടുക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ശരീരത്തിന് ക്ഷേത്രം എന്ന് പറയാൻ കാരണം ഇവിടെ കർമ്മഫലത്തിൻ്റെ വിളവെടുപ്പുണ്ട്. ആ വിളവെടുപ്പ് അതിന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല, എടുത്തേ പറ്റൂ. നല്ല പാകമായി വരും. അതുകൊണ്ടാണ് കർമ്മഫലം എന്ന് പറയുന്നത്. ഫലമാണ്. എന്ത് മനോഹരമാണ് ഈ ശാസ്ത്രത്തിൻ്റെ ഈ ശബ്ദവും. അതെ, എന്തുകൊണ്ട് കർമ്മഫലം? കാരണം അത് അതിൽ മുളച്ച് പാകമായി വന്നതാണ്. ആരെ ഈ വെള്ളവും വളവും ഒക്കെ ഇട്ടത്? നമ്മൾ തന്നെ. അപ്പം ഈ ക്ഷേത്രജ്ഞം ച അപി മാം വിദ്ധി. ഇതിലെ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞല്ലോ, ജ്ഞപ്തി എന്ന് പറഞ്ഞാൽ അറിവ്, ക്ഷേത്രത്തെ അറിയുന്നവൻ. ഞാൻ എൻ്റെ ശരീരത്തെ അറിയുന്നു, ഞാൻ എന്ന ബോധം. ആ ഞാനാണ് ആര്? സർവക്ഷേത്രേഷു ച മാം അപി, എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞം എന്ന് ത്വം വിദ്ധി, അറിയണം. അപ്പം സകല ക്ഷേത്രങ്ങളിലും, ഏതാ ഈ സകല ക്ഷേത്രങ്ങൾ? ശിവക്ഷേത്രം, ഗണപതി ക്ഷേത്രം, ആ ക്ഷേത്രം ഈ ക്ഷേത്രമാണോ? ആ ക്ഷേത്രമാണെങ്കിലും അതുമാത്രമാണോ ക്ഷേത്രങ്ങൾ ഇവിടെ? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞതെങ്കിൽ കാണുന്ന സർവ ശരീരങ്ങളും, അത് ഉറുമ്പ് മുതൽ അങ്ങ് അരിക്കൊമ്പം വരെ, അതൊക്കെ എന്താണ്? ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ സർവക്ഷേത്രേഷു, ആ ശരീരങ്ങളെല്ലാം തന്നെ അതിൽ ക്ഷേത്രജ്ഞം മാം വിദ്ധി. ആ ശരീരത്തിനെ, ആ എല്ലാ ശരീരങ്ങൾക്കും ജീവചൈതന്യമായി ആ ശരീരത്തെ നിലനിർത്തുന്ന ഒന്നുമുണ്ട്. അത് ഓരോന്നിനുണ്ട്. ഒരു നായയ്ക്ക് നായയുടെ അഭിമാനമുണ്ട്, അതിൻ്റെ ബോധമുണ്ട്, കേന്ദ്രമുണ്ട്. അതാരാണ്? ഞാനാണ്. സർവക്ഷേത്രേഷു ക്ഷേത്രജ്ഞം മാം അപി ത്വം വിദ്ധി. നീ അതിനെ ഞാനാണെന്ന് അറിയണം. ക്ഷേത്രജ്ഞയോഹോ ജ്ഞാനം. ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും ശരീരത്തിൻ്റെയും ശരീരത്തിൻ്റെ അപ്പുറത്തുള്ള അശരീരിയായിട്ടുള്ള, അതാണ് അശരീരി. അശരീരി, ശരീരമില്ലാത്തത്. അല്ല എവിടുന്നോ കേട്ട എന്തോ ശബ്ദം എന്ന് മാത്രമല്ല. അശരീരി കേട്ടു. വത്സ കണ്ണു തുറക്കൂ, കണ്ണു തുറന്നു വത്സൻ. ഇതാണ് അതാ കാശുകാരൻ കൊടുക്കാനുള്ള ആ അണ്ണാച്ചി പിരിവിന് വന്നിട്ടുണ്ട്, ചെല്ലുന്നു. വത്സൻ കിടന്നുറങ്ങുമ്പോൾ ഭാര്യയെ വിളിച്ചതാ, വത്സ കണ്ണു തുറക്കുക. പാവം വത്സ സ്വപ്നം കാണുകയായിരുന്നു, എന്തോ ഭഗവാൻ തനിക്കെന്തോ സ്വർണത്തിൻ്റെ കുടം തരാൻ പോകണമെന്ന്. അങ്ങനെ ഒരു അശരീരി. എന്താ അശരീരി? ഭാര്യയെ എന്താ അടുക്കളയിൽ നിന്ന് ഭാര്യ പറഞ്ഞതാ. അപ്പം ഈ അശരീരി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരമില്ലാത്ത ആ ബോധം. ഇതിന് ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയുമുള്ള ആ ജ്ഞപ്തി, അറിവ്. ക്ഷേത്രജ്ഞയോ ജ്ഞാനം. ആ ജ്ഞാനത്തെ, ആ അറിവ് യാതൊന്നാണോ അതിനെയാണ് ജ്ഞാനം എന്ന് മേ മതം, മമ മതം
എൻ്റെ അഭിപ്രായം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞുവല്ലോ, എന്താണ് കൊല്ലപ്പെടുന്നു, ഇന്നലെ പറഞ്ഞത് മറന്നു പോകരുത്. കൊല്ലപ്പെടുന്നു, കൊല്ലുന്നു, ഇങ്ങനെ രണ്ട് കൂട്ടർ ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ഉപൗതൗന വിജാനീത. ഇത് ന അയം, ഇതിനെ എന്താണ് ന ഹന്തി, ഇതിനെ കൊല്ലുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് അച്ഛേദ്യം അദാഹ്യം അക്ലേദ്യം അശോഷ്യം നിത്യം സർവഗതം. ഇത് ധർമ്മക്ഷേത്രം, കുരുക്ഷേത്രം. അപ്പം ധർമ്മക്ഷേത്രത്തിന് എന്തില്ല, ധർമ്മത്തിന് എന്തില്ല, നാശമില്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് എന്നാണ്. ധാര്യതേതി ധർമ്മ, ധരിച്ചിരിക്കുന്നത്. കുരുക്ഷേത്രമോ കൃഞ്ഞ് കരണേ, കർമ്മങ്ങളുടെ മാറ്റത്തിന് വിധേയമാണ്, മാറുന്നതും മാറാത്തതും. ഇവിടെയാണ് നമ്മൾ ഈ 13-ാം അധ്യായത്തിൽ വന്നിട്ടാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. മാമക എൻ്റേത്, അവൻ്റേത്, ഇങ്ങനെ ഞാനെന്നും എൻ്റേതെന്നും. ഈ ഇവിടെ നിന്നുകൊണ്ട് ഈ 13-ാം അധ്യായത്തിൽ ഈ ഭഗവാൻ പറയുന്ന ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ഗീത പറയുമ്പോൾ, ഗീതയിൽ ക്ഷേത്രശബ്ദത്തിന് വ്യാസർ ഇവിടെ വന്ന് ഇങ്ങനെ അർത്ഥം പറയുമ്പോൾ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ അതിന് കറക്ഷൻ ഉണ്ടാവണമല്ലോ. അപ്പോഴാണ് ഇതെല്ലാം കീഴ്മേൽ മറിയുക. നമ്മൾ മനസ്സിലാക്കി വെച്ചത് ഓഹോ, അതെ ട്വിസ്റ്റ്. ട്വിസ്റ്റ് നിങ്ങൾ കാണുന്ന സിനിമയ്ക്ക് മാത്രമല്ലല്ലോ, ട്വിസ്റ്റിൻ്റെയൊക്കെ ആശാനാണ് വ്യാസൻ. വ്യാസൻ നടത്തിയ ട്വിസ്റ്റ് പോലെ ഒന്നും ആരും ട്വിസ്റ്റ് നടത്തിയിട്ടില്ല. പക്ഷേ ഈ ട്വിസ്റ്റ് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ ചില വിശ്വാസങ്ങൾ അത് കൈയൊഴിയാൻ നമ്മൾ തയ്യാറുമല്ല. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയാം. നമ്മൾ വ്യവസ്ഥീകരിക്കപ്പെട്ടവരാണ്, കണ്ടീഷൻഡാണ്, ഒരു രക്ഷയില്ല. ആ വ്യവസ്ഥീകരിക്കപ്പെട്ട ആ അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കാൻ ആരെങ്കിലും അതിനെന്തെങ്കിലും കുറച്ചൊരല്പം ഒരു ശ്രമം നടത്തിയാൽ പിന്നെ അവർ നിങ്ങളുടെ ശത്രുക്കളാവും. കാരണം ഇതിനോട് പൊരുത്തപ്പെടാനാണ് അവർക്കിഷ്ടം. അതാണ് അതിലേറ്റവും വലിയ രസമായിട്ടുള്ളൊരു കാര്യം. ഇന്ന് നമുക്കൊരു മെസ്സേജ് വന്നത്, സ്വാമി ബോംബെയിൽ നിന്ന് തന്നെയാണ് വന്നത്. ഞങ്ങളുടെ ഈ പൂജാമുറിയെക്കുറിച്ച് പറഞ്ഞു. ശരിയാണ്, സത്യമാണ്. ഞങ്ങളുടെ പൂജാമുറി അടുക്കളയിൽ ഇങ്ങനെ ഞങ്ങളുടെ സ്ഥലപരിമിതി കൊണ്ടാണ് അതങ്ങനെ എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ അതുതന്നെയാണ് പറഞ്ഞത്, സ്ഥലപരിമിതി കൊണ്ടാണ്. കാരണം ബോംബെയിലൊക്കെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരു വിസ്തരിച്ച് ഇതേപോലെ നമ്മുടെ നാട്ടിലെ പോലെയല്ലേ. നാട്ടിലൊക്കെ ഒരു മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറി തന്നെ ഉണ്ട് പഴയ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാൻ. ബോംബെയിലൊന്നും അത് നടക്കില്ല. ബോംബെയിൽ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും, ലോകത്ത് ഏറ്റവും ചെറിയ വാഷ് ബേസിനൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ബോംബെ തന്നെ പോകണം. ഈ കോർണറിൽ, നമ്മുടെ 2 ചുമരിൻ്റെ കോർണറിൽ വയ്ക്കുന്ന വാഷ് ബേസിനുണ്ട്. അത് ഇത്രയും ഉണ്ടാവണം, നമ്മുടെ ഒരു ഇതുപോലെ. എന്നിട്ട് അതിലൊരു പൈപ്പൊക്കെ വെച്ചിട്ട്, അതാണ് അവിടുത്തെ പരിപാടി. ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്ലൈറ്റിലെ പോലത്തെയാണ്. അത് ഫ്ലൈറ്റിലൊക്കെ കുറച്ചുകൂടെ വലുപ്പം ഉണ്ടാവും തോന്നുന്നുണ്ട്. വെള്ളത്തിനൊക്കെ നല്ല ക്ഷാമം. ബോംബെയിൽ കുറേ കാലം ജീവിച്ച ആളാണ് നമുക്കറിയാം. അതുകൊണ്ട് അപ്പോൾ അവരെല്ലാം തന്നെ ഇപ്പോൾ രാത്രിയാകുമ്പോൾ കിടക്കാനുള്ള പാകത്തിനാക്കും. രാവിലെ ആയിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് അതെല്ലാം മാറിക്കഴിഞ്ഞാൽ അത് കിടന്ന സ്ഥലമൊന്നും അറിയില്ല, അത് ഇവിടെയാണ് കിടന്നത്, ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവിടെ എല്ലാം വളരെ ഇതാണ്. അതിലെല്ലാം അവർ മാനേജ് ചെയ്യും വളരെ മനോഹരമായിട്ട്. അപ്പോൾ
അതിൽ പെട്ടതാണ് ഈ പൂജാമുറി, റെഡിമെയ്ഡ് പൂജാമുറി. വളരെ ഇതാണ്. അത് രാവിലെ തുറന്ന് പിന്നെ അടച്ചു വയ്ക്കും. നമുക്ക് ബോംബെയിലെ ഈ സ്ഥലപരിമിതിയെക്കുറിച്ച് പറയുമ്പം നമ്മൾ പണ്ട് പറയാറുള്ള ഒരു തമാശയുള്ള ഒരു 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 തമാശയുണ്ട്, ഒരു കോമഡി. ഈ ബോംബെയിൽ നിന്ന് ഒരിക്കലും ഒരു നായ ഈ ട്രെയിൻ ഗുഡ്സിൻ്റെ ഉള്ളിൽ ഈ ചില സാധനങ്ങളൊക്കെ അത് കയറുമല്ലോ, യാർഡിൽ നിർത്തിയിട്ടപ്പോൾ നായ അതിൻ്റെ ഉള്ളിൽ ചാടി കയറിയതാണ് ഇങ്ങനെയോ. അപ്പോൾ ഇവൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നൊക്കെ ഉറങ്ങിപ്പോയി. ഇത് ഗുഡ്സ് പതുക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ അതങ്ങോട്ട് എടുത്തോ മാത്രമല്ല അത് വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വഴി നിന്നൊന്നും ചാടാനൊന്നും പറ്റിയില്ല. ഇതിങ്ങനെ പോന്നു. നമ്മുടെ നാട്ടിലെത്തി, കേരളത്തിലെത്തി പാവം ഒരു 4-5 ദിവസമൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്നു. എന്തായാലും ഈ ഗുഡ്സിൻ്റെ ഇത് ഡോറ് തുറന്നപ്പോൾ മൂപ്പര് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി, പുറത്തേക്ക് ചാടിയപ്പോൾ ഈ നമ്മുടെ ഇവിടെയുള്ള വിദ്വാന്മാരുണ്ടല്ലോ, ഈ റെയിൽവേ ഇതിലേക്ക് അങ്ങനെയുള്ള ഇതൊക്കെ നിർത്തുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഇവർ കുറച്ച് യഥേഷ്ടമുള്ളതാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവന്മാർ ഈ അപരിചിതനായ ഇവനെ കണ്ടപ്പോൾ ശബ്ദം കുറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇവനൊരു മഹാരാഷ്ട്രനാണല്ലോ, ഇവരുടെ കുരയൊക്കെ മലയാളത്തിലാണ്. അതിന് പെട്ടെന്ന് അവൻ്റെ ആരടാ നീ, എവിടുന്നടാ വന്നത്, ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്നൊക്കെയാണ് നമ്മുടെ വിദ്വാന്മാർ പറയണത്. അപ്പോൾ ഇവന് ഈ ഭാഷ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവനാകെ തരിച്ച് നിൽക്കുമ്പോൾ പണ്ട് ഇതേപോലെ വന്ന ഒരുത്തനുണ്ട്, ഹിന്ദിയൊക്കെ അത്യാവശ്യം മറാഠിയൊക്കെ അറിയുന്ന ഒരുത്തൻ. അവൻ പറഞ്ഞു ഇവൻ പാവാണ്, ഇവൻ എങ്ങനെയോ ഇതാക്കി വന്നതാണ്, അവനെ നിങ്ങൾ ഇതാക്കരുത് എന്നൊക്കെ കാരണവരായിട്ടുള്ളൊരു നായ പറഞ്ഞു. അപ്പോൾ ഈ നായ ഇവനോട് മറാഠിയിൽ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഇവൻ മറാഠിയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ പ്രശ്നം, ഇങ്ങനെ ഞാൻ ഇതായിപ്പോയതാണ്, അതുകൊണ്ട് എന്നോട് പൊറുക്കണം, നിങ്ങൾ എന്നെ കൂട്ടണം ഇവിടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നായയുടെ ശബ്ദത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നായക്കൾ സംസാരിക്കും ചിലപ്പോൾ ഭയങ്കര രസമായിട്ട്. അപ്പോൾ ഇവന്മാർ പൂച്ചയ്ക്കൊക്കെ ആ പരിപാടിയുണ്ട്. ഇവർ വെറും മ്യാവും അല്ലാതെ ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടും, ആർഗ്യുമെൻ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നായ ഇതേപോലെ പറഞ്ഞപ്പോൾ ഇവരുടെ നായയുടെ ഒരു സൈൻ എന്താന്ന് പറഞ്ഞാൽ സ്നേഹം ഞങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇവരിങ്ങനെ വാലാട്ടുമല്ലോ. അപ്പോൾ മറ്റവന്മാരൊക്കെ കാരണവർ പറഞ്ഞ സ്ഥിതിക്ക് ഇവനെ വാലാട്ടി അതിഥി ദേവോ ഭവ എന്നുള്ള മട്ടിൽ അയൽ സംസ്ഥാന തൊഴിലാളിയല്ലേ വരട്ടെ എന്നുള്ള മട്ടിൽ ഇവർ സ്വീകരിക്കാൻ ഇവരെല്ലാവരും വാലാട്ടി. അപ്പോൾ ഇവന് സന്തോഷമായി, ഇവർ വാലാട്ടി കണ്ടപ്പോൾ. അപ്പോൾ ഇവൻ വാലാട്ടുന്നത് ഇങ്ങനെയാണ്, നേരെ മുകളിലേക്ക്, ഇങ്ങോട്ടേക്കല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ ചോദിച്ചു ഇവനെന്താ ഇങ്ങനെ വാലാട്ടുന്നത്, ഇങ്ങനെ ആട്ടാത്തത്. കാരണം അപ്പോൾ ഇവനോട് ചോദിച്ചു എന്താന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ അവിടെ ഒരു 1 റൂം കിച്ചണിലാണെന്ന് പറഞ്ഞു, എനിക്കിങ്ങനെ നിങ്ങളെപ്പോലെ ഇങ്ങനെ ആട്ടാനുള്ള സ്പേസ് ഇല്ല, ഞാൻ ബോംബെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ബോംബെ എന്ന് പറയും. ബോംബെയുടെ ഒരു അവസ്ഥ എല്ലാവരും അല്ല, അതിൽ വലിയ ലാവിഷായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഭാഗ്യവാന്മാർ. സാധാരണക്കാരൻ പെടുന്ന കഷ്ടപ്പാട് ഒക്കെ ബോംബെയിലും അതുപോലെ തന്നെ പണ്ട് നമ്മുടെ ആളുകളൊക്കെ ചെന്നൈയിലും ഡൽഹിയിലും ഒക്കെ. പക്ഷെ ബോംബെക്കാണ് അതിൻ്റെ ഏറ്റവും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അവസ്ഥയുള്ളത്. ഭയങ്കര രസമാണ് ബോംബെയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ. ബോംബെയിൽ രാവിലെ തന്നെ ട്രെയിൻ കയറി അവരുടെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അവർ ട്രെയിനിലെ ആക്ടിവിറ്റികളൊക്കെ കാണണമെങ്കിൽ നമുക്ക് കാണാം. ഒരു കൂട്ടർ ഷീറ്റ് കളിക്കുന്നുണ്ടാവും, സ്ത്രീകൾ പാവം പച്ചക്കറി എന്തെങ്കിലുമൊക്കെ മുറിക്കുന്നുണ്ടാവും. അതൊക്കെ ചെയ്യുന്ന അവർ ട്രെയിനിലാണ്. ട്രെയിനിൽ പല പല ആക്ടിവിറ്റികൾ അവർ ചെയ്യുന്നുണ്ട്. വരുന്ന സമയത്തും കാണാം, പോകുന്ന സമയത്തും കാണാം. അവരുടെ നിന്നുറങ്ങുന്നവർ കാണാം ട്രെയിനിൽ. അതിൻ്റെ ഭാഗമായിട്ട് തീർന്നിരിക്കുന്ന. അപ്പോൾ ബോംബെയെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ളത് പറഞ്ഞതല്ല, അങ്ങനെയാണ് പൂജാമുറി അവിടെ അങ്ങനെ ഉണ്ടാക്കുന്നു. ഉല്ലാസ് നഗറിലേക്കാണ് അവിടേക്ക് ഈ മഹാരാഷ്ട്രയ്ക്ക് വേണ്ട മുഴുവൻ പൂജാമുറി ഉണ്ടാക്കുന്നതെന്ന് തോന്നും. അവിടെയുള്ള ഫാക്ടറിയൊക്കെ പോയി നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ആളുകൾ പണിയെടുക്കുന്നത്. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം.
ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.